അത് മെഷീൻ ഓൺ ചെയ്തിട്ട് വരുന്ന ബട്ടൺ എവിടെ ഫസ്റ്റ് ഓൺ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ഇപ്പം മെഷീൻ ഓൺ ആയിട്ടുണ്ടാവും. മെഷീൻ ഓൺ ആയിട്ട് ഡിസ്പ്ലേ ഒന്നും കാണിക്കുന്നില്ല. ഡിസ്പ്ലേ ഒന്നും കാണിക്കണമെങ്കിൽ ഇപ്പോൾ ഇത് ഓഫ് ആയിരിക്കും. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ ഓൺ ആയിരിക്കും. ഇതായിരിക്കും ഓപ്ഷൻ. ഇതാണ് ഓഫ് ആയിരിക്കും ഇപ്പോൾ. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം വേണമെങ്കിൽ ഇത്ര ആയിരിക്കും നമുക്ക് പ്രോഗ്രാം വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന പ്രോഗ്രാം ഓപ്ഷൻസ് വരുന്നത്. ഇപ്പൊ മെഷീൻ പവർ ഓൺ ആയിട്ടുള്ള ഇപ്പോഴാണ് മെഷീൻ ഓൺ ആയത്. അതായത് നമുക്ക് ഈ സൈഡിൽ വരുന്നത് ഈ ഒരു ഇത് കണ്ടോ, ഒരു ഗ്യാപ്പ്. ഇതിൽ നമുക്ക് ഇത്ര വരുന്നതിൽ ഇത്ര വരെ വാഷ് ആയിരിക്കും. വാഷ് സിന്തറ്റിക് വാഷ് ആയിരിക്കും. സിന്തറ്റിക് ആകുമ്പോൾ പോളിഷർ, സാരി, അതേപോലെ മാക്സി അങ്ങനത്തെ ഒക്കെ ഇട്ടല്ലേ, അങ്ങനത്തെ ഒക്കെ വാഷ് ചെയ്യണം. ഇത് നോർമൽ വാട്ടറിലായിരിക്കും. പച്ചവെള്ളത്തിൽ വാട്ടറിലായിരിക്കും കോൾഡ് എഴുതിയിരിക്കും. ഇത് 40 ഡിഗ്രി ടെമ്പറേച്ചറിലായിരിക്കും ഇതിൽ വാഷിംഗ് വരുന്നത്. പിന്നെ ഇതിൽ വരുന്നത് 60 ഡിഗ്രി ടെമ്പറേച്ചറിലായിരിക്കും. അതിനായിട്ട് ടൈം ഇവിടെ കാണിക്കും. 1 മണിക്കൂർ 41 മിനിറ്റ് ആയിരിക്കും 60 ഡിഗ്രി ടെമ്പറേച്ചറിൽ വരുന്നത്. പിന്നെ വരുന്നത് 1 മണിക്കൂർ 36 മിനിറ്റ് ആയിരിക്കും 40 ഡിഗ്രി ആകുമ്പോൾ വരുന്നത്. ഇത്രയാണ് സിന്തറ്റിക് ഓപ്ഷൻ വരുന്നത്. നമുക്ക് ഏതിനാണോ വേണ്ടത്, സിന്തറ്റിക് മാത്രമാണെങ്കിൽ നമ്മൾ സിന്തറ്റിക്കായി ചെയ്യാം. ഒരു മിനിറ്റ് ഇപ്പൊ നമ്മൾ 40 ഇടുമ്പോൾ 1 മിനിറ്റ് 36 അത് മാറ്റാൻ പറ്റില്ല. നമുക്ക് ടൈം മാറ്റാൻ പറ്റില്ല. ടൈം ഇല്ല, ടൈം ഓൾറെഡി സെറ്റ് ആയിരിക്കും, ഫിക്സ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇത്ര ഈ ഏരം ഉണ്ടോ, ഇതിൽ വരുന്നത് നമുക്ക് കോട്ടൺ ആയിരിക്കും. കോട്ടണിൽ നമുക്ക് ആക്കണമെങ്കിൽ കോട്ടണിൽ ആദ്യം പച്ചവെള്ളത്തിൽ എത്ര മിനിറ്റ് ആണ് അത് കൊടുത്തിട്ടില്ല. മിനിറ്റ് ഉണ്ടായിരിക്കല്ലോ, 1 മണിക്കൂർ 54 മിനിറ്റ് എങ്ങനെയാലും ടൈം വരും അത്രയും വാഷിംഗ് കോട്ട് കിട്ടാൻ വേണ്ടിട്ട്. പിന്നെ വരുന്നത് 40 ഡിഗ്രി ടെമ്പറേച്ചറിൽ 1 മണിക്കൂർ 2 മണിക്കൂറായി. പിന്നെ വരുമ്പോ 60. അതായത് നമുക്ക് എത്ര ഡിഗ്രി ടെമ്പറേച്ചർ ആണോ വേണ്ടിച്ച് നമുക്ക് വേണ്ടതിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ വരുന്നത് നമുക്ക് ഈ സൈഡിൽ വരുന്നത് ലാസ്റ്റ് ഒരു റിംഗ് സൈഡ് സ്പിന്ന് വരുന്നുണ്ട്. അതായത് ഈ ഓപ്ഷൻ ഈ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഈ എയർ കഴിഞ്ഞിട്ട് അതായത് സ്പിൻ ആൻഡ് റിംഗ്സ് വരുമ്പോൾ നമ്മളിപ്പോ പുറത്തൊക്കെ അലക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം വന്നിട്ട് ഒന്ന് ഊരിപ്പിഴിഞ്ഞെടുത്ത് ഒന്ന് ഉണക്കിയെടുക്കാനുള്ളതാണ് സ്പിൻ ആൻഡ് റിംഗ്സ് വരുന്നത്. അത് ഏകദേശം 22 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്പിന്നർ റിംഗ്സ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് സ്പിന്ന്, അതായത് ഉണക്കിയെടുക്കാൻ വേണ്ടി മാത്രം നമ്മള് പുറത്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മൾ ഓഫ് ചെയ്യണോ? അങ്ങനെ അത് ഓഫ് ചെയ്യണം. ഈ നോബ് ഇവിടെ കൊടുന്ന് വെച്ചാൽ മതി. പിന്നെ വരുന്നത് മിക്സ്ഡ്, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മിക്സ്ഡ് സോളിഡ് ആയിരിക്കും. എല്ലാ ഡ്രസ്സും പോയിട്ട് വാഷ് ചെയ്യണത്. ഇത് പോളിഷർ മാത്രം, ഇത് കോട്ടൺ മാത്രം. അപ്പൊ എല്ലാത്തിലും മിക്സ്ഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡ്രസ്സും പോയിട്ട് ടൈം 1 മണിക്കൂർ 46 മിനിറ്റ്. അതിൽ ടെമ്പറേച്ചർ ഉണ്ടല്ലേ 40. അതിൽ 40 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ ഒരു വൂളൻസ്, നമുക്ക് കമ്പിളി പുതപ്പ് മാത്രമായിട്ട് വൂളൻസ് ആയിരുന്നു കമ്പിളി. പിന്നെ ക്രാഡൽ വാഷ് എന്ന് പറഞ്ഞാൽ നമ്മള് മുത്ത് സ്റ്റോൺസ് അങ്ങനത്തെ പാർട്ടി ഒരിക്കലും ടബ് ഒരിക്കലും കറങ്ങത്തില്ല, ഒരു തൊട്ടിലാട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ക്വിക്ക് വാഷ്, അതായത് ഒട്ടും അടുക്കില്ലാത്ത ഡ്രസ്സില്ല, നമ്മൾ ജസ്റ്റ് വീട്ടിലൊക്കെ ഇടുന്ന ജസ്റ്റ് വയർക്ക് മാത്രമുള്ള ഡ്രസ്സ് അതൊക്കെ ആയിട്ട് വാഷ് ചെയ്യണത് ഇതായിരിക്കും. വെറും 15 മിനിറ്റ് ടൈം വരത്തുള്ളൂ. ഏറ്റവും കുറഞ്ഞ വാഷ് അതായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് വാഷിങ്ങിന്റെ ടൈം വരുന്നത്. പിന്നെ ഈ ചിഹ്നം കണ്ടോ, ഈ 60 ഡിഗ്രിന്റെ അപ്പുറത്തൊരു മേഘത്തിന്റെ ചിഹ്നം 2 3 4 ഇതൊക്കെ സ്റ്റീം ആയിരിക്കും. സ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവിയിൽ പുഴുങ്ങി എടുക്കത്തില്ലേ, ഈ ഹോസ്പിറ്റൽ കേസ് അതേപോലത്തെ എന്തെങ്കിലും അലർജി ഉള്ള ഡ്രസ്സൊക്കെ നമുക്ക് ആവിയിൽ ചുടുവെള്ളത്തിൽ വന്നിട്ട് ആവിയിൽ പുഴുങ്ങി എടുക്കുന്നതായിരിക്കും വരുന്നത്. അത് ഈ ചിഹ്നം കാണിക്കുന്നതിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് സ്റ്റീം വേണമെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ട് സ്റ്റീം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന സ്റ്റീം കേട്ടോ, ഈ സ്റ്റീം എന്ന് പറഞ്ഞ ഓപ്ഷനില് ഇതൊന്ന് വെക്കി കൊടുത്തിട്ട് സ്റ്റേബിൾ ആയി നിൽക്കും. മറ്റേ ബ്ലിങ്ക് ആയി നിൽക്കും. സ്റ്റേബിൾ ആയി നിൽക്കുകയാണെങ്കിൽ വർക്കിംഗ് ആയിരിക്കും. പിന്നെ മിഷൻ നമ്മൾ ഇപ്പൊ ഇത് വെച്ചു, നമുക്ക് സ്റ്റീം ആണ്. സ്റ്റീം നമ്മൾ ടച്ച് ചെയ്ത് സ്റ്റേബിൾ ആയി നിന്നു. നമ്മൾ ഇപ്പോഴും പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല. പ്രോഗ്രാം തുടങ്ങാൻ നമ്മൾ ഇത് വെക്കണം, റെഡ് നക്കി കഴിഞ്ഞാൽ ഇത് സ്റ്റേബിൾ ആയി നിൽക്കും. സ്റ്റേബിൾ ആയി നിന്ന പ്രവർത്തനം നടക്കും. ഇതാണ് ഇതിൽ പ്രോഗ്രാം. ഇത് മിഷൻ സ്റ്റാർട്ട് ആയതായിട്ടാണ്. പിന്നെ നമുക്ക് ഒന്നുകൂടി നെക്കി കഴിഞ്ഞാൽ മിഷൻ ഇപ്പൊ പ്രോഗ്രാമിംഗ് നിൽക്കും. അപ്പോൾ അവിടെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. സ്റ്റേബിൾ ആയി നിൽക്കുമ്പോ മിഷൻ വർക്കിംഗ് ആണ്. ബ്ലിങ്ക് ചെയ്ത് നിൽക്കുമ്പോ മിഷനെ ഓൺ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് നടക്കുന്നില്ല. ഓക്കെ. പിന്നെ നമുക്ക് എക്സ്ട്രാ റിംഗ്സ് വേണം. എക്സ്ട്രാ റിംഗ്സ് ആണെങ്കിൽ റിംഗ്സിൽ തൊട്ടി കൊടുത്തത് സ്റ്റേബിൾ ആയി. എക്സ്ട്രാ റിംഗ്സ് ആകുമ്പോൾ നമുക്ക് അഡീഷണൽ ഒന്നും കൂടി വാഷ് ചെയ്തെടുക്കണം. ഉണക്ക നമ്മൾ വിചാരിച്ച പോലെ ഉണങ്ങി കിട്ടില്ല, ഒന്നും കൂടി വാഷ് ചെയ്ത് ഉണങ്ങി കിട്ടണമെങ്കിൽ അഡീഷണൽ റിംഗ്സ് ആണ്. പിന്നെ ഡിലേ സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ കൂടി വരുന്നത്. ഡിലേ സ്റ്റാർട്ട് പറഞ്ഞാൽ നമ്മളിപ്പോ സ്റ്റീം നെക്കിയിട്ട് സ്റ്റേബിൾ ആയി നിൽക്കുന്നത്. അപ്പോൾ സ്റ്റീമിന്റെ ചിഹ്നം കണ്ടോ, ഇവിടെ ഒരു ചിഹ്നം വരും. സ്റ്റീം സ്റ്റേബിൾ ആയി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ചിഹ്നം കണ്ടോ, കേട്ടോ, സ്റ്റീം സ്റ്റേബിൾ ആയി. പിന്നെ നമുക്ക് ഡിലേ സ്റ്റാർട്ട്, അതായത് നമ്മളിപ്പോ ഒരു പെട്ടെന്ന് ഒരു രാത്രി ഒരു 3 മണിയാകുമ്പോൾ നമ്മൾ കിടന്നുറങ്ങാം. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ടല്ല പറയാം. അതിപ്പോ നമുക്ക് ഡിലേ സ്റ്റാർട്ട് എന്ന് പറയും. ഇത് ഡിലേ സ്റ്റാർട്ട്. അപ്പൊ ഡിലേ സ്റ്റാർട്ട് നോക്കി കഴിഞ്ഞാൽ എത്ര മണിക്കൂറാണോ നമുക്ക് വേണ്ടത്, അതായത് ഇന്ന് തൊട്ട് അവിടെ നാളെ മിഷൻ ഇന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങി, നാളെ രാവിലെ 5 മണിക്ക് മിഷൻ ഓൺ ആയാൽ മതി. അപ്പൊ ആ സമയം എഴുതിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിടക്കുക. രാവിലെ മിഷൻ താനെ ഓൺ ആയിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് താനെ ഓഫ് ആയി. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസ്. പിന്നെ ഇത് വരുന്നത്
ഇത് എപ്പോഴും നമ്മള് ഹൈജീൻ ഇതിലിട്ട് വെക്കാം. കാരണം ഇതിലിട്ട് വെക്കും നമുക്ക് ഉണങ്ങി കിട്ടത്തില്ല. അതായത് സാധാരണ ഇവിടെ സാധാരണ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. എപ്പോഴും ഇതിലിട്ടാ മതി. ഹൈയിലിട്ടാവും. അതിലിട്ട് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മള് അത് അനക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ സ്പിന്നിലിട്ടാ മതി. ലാസ്റ്റ് നമ്മൾ വേണ്ട, കാരണം നമ്മള് ഓർത്തിക്കാൻ ഏറ്റവും നല്ലത് ഹൈ അല്ലേ? അല്ല, സ്പിന്നിലിട്ട് വെച്ചാൽ മതി. അപ്പൊ ലാസ്റ്റ് സ്പിൻ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇതിലിട്ട് വെച്ചാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പറിലോട്ട് വിളിച്ചാൽ പേഴ്സണൽ നമ്പറാണ്, എപ്പോഴും വിളിക്കാം. പിന്നെ അടുത്ത് നമുക്ക് ഡ്രസ്സ് ഇടുമ്പോ നമ്മളൊരു അളവുണ്ടായിരിക്കും. അത് ഈ ഒരു കൈയിന്റെ അകലല്ലേ, ഒരു കൈയിന്റെ അകലം നമ്മള് ഇവിടെ വെച്ചുകൊടുക്കും. ഒരു കൈ ജസ്റ്റ് ഒരു കൈ വെച്ചോടുക്കും. ഇങ്ങനെ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഒഴിവാക്കി വിടാം. കാരണം നമുക്ക് അടിച്ചടിച്ച് തിരുമ്പാനായിരിക്കും. ഇവിടെ അടിച്ചടിച്ച് തിരുമ്പോ ഒരു കല്ലിൽ തിരുമ്പുന്ന ഫീൽ കിട്ടുന്നതായിരിക്കും. ഈ ഫ്രണ്ട് ലോഡ് മിഷീനായതുകൊണ്ടുള്ള പ്രത്യേകത. ടോപ്പ് ലോഡ് ആണെങ്കിൽ വെറുതെ കറങ്ങത്തുള്ളൂ. ഇതിലാകുമ്പോൾ അടിച്ചടിച്ച് തിരുമ്പും. നമ്മള് കുത്തി നിറച്ച് ഇട്ട് കഴിഞ്ഞാൽ അടിച്ച് തിരുമ്പത്തില്ല, അതിന് വിടാനുള്ള സ്പേസ് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു സ്പേസ് എപ്പോഴും ഗ്യാപ്പ് ചെയ്ത് വിടാം. പിന്നെ ഡ്രസ്സിലുള്ള അഴുക്കൊക്കെ റബ്ബർ ഇതിലായിരിക്കും വന്നിറങ്ങും. അപ്പൊ ഈ ഗ്യാപ്പ് കഴുകണം. ഒന്ന് കഴുകണം. ഡ്രൈ ക്ലോത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ ഓരോ വാഷിംഗ് തുടച്ചെടുക്കാൻ അത്രയും ബെറ്റർ ആയിരിക്കും. കാരണം കുറച്ച് റബ്ബറിന് ബ്ലാക്ക് കളറായിരിക്കും റബ്ബർ കേടുന്നത്. റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് നമുക്ക് വാറന്റിയിൽ കിട്ടത്തില്ല. ബാക്കി എല്ലാ സ്പെയറും റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് നമ്മളെന്തെങ്കിലും പഴവരോടും മാത്രം പൊട്ടുന്നത് കേടുവരുന്നതായിരിക്കും. ബാക്കിയുള്ള എന്ത് സ്പെയർ കേടുവരുന്നത് കമ്പനി മാറ്റി തരുന്നതാണ്. ഓക്കെ. പിന്നെ നമുക്കൊരു 3-4 മാസം കുടുംബം കൂടി ഈ ഒരു ഇതൊന്ന് തുറക്കാം. അതിന്റെ സമയം അതായത് നമ്മളൊരു പാത്രം ഒന്ന് എടുക്കാവോ, എടുത്തിട്ട് ഇതൊന്ന് തുറക്കാം. ഇവിടെ ഒരു വൈറ്റ് ഉണ്ടായിരിക്കും. തുറന്നിട്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ എപ്പോഴും ഒരു 1/2 ലിറ്റർ വെള്ളം ഉണ്ടായിരിക്കും. അതെന്താ സംഭവം പറഞ്ഞുതരാം. ഈ 1/2 ലിറ്റർ വെള്ളം ഉണ്ടായിരിക്കും. മിഷനിൽ എപ്പോഴും സ്റ്റോക്ക് ചെയ്തിരുന്ന വെള്ളമായിരിക്കും. മിഷീൻ എപ്പോഴും പമ്പ് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി എപ്പോഴും സ്റ്റോക്ക് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വെള്ളം ഒന്ന് എടുത്ത് ഒഴിവാക്കാം. ഒരു 3-4 മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് എടുത്ത് ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് ബ്ലാക്ക് സാധനം കണ്ടോ, ഇന്ന് ഇടത്തോട്ടൊന്ന് തിരിച്ചു കൊടുക്കാം. ഇടത്തോട്ട് തിരിച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് എടുക്കാം. മുത്ത്, സ്റ്റോൺസ്, കോയിൻസ്, ബട്ടൺസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെഷീനകത്ത് അറിയാതെ പെട്ടിട്ടുണ്ട് ഇതിലായിരിക്കും അത് സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ബ്ലോക്ക് ആവരുത്. പിന്നെ തിരിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായി അടയ്ക്കണം. അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വെള്ളം ലീക്കേജ് വരും. പ്രോപ്പറായിട്ട് അടയ്ക്കാം. എന്നിട്ട് ഇത് ഇതേപോലെ ഇതും പ്രോപ്പറായിട്ട് അടയ്ക്കാം. അല്ലെങ്കിൽ ലീക്ക് വരുന്നതായിരിക്കും. പ്രോപ്പറായിട്ട് ഫുൾ അടച്ചിട്ട് തിരിച്ച് ഇതിൽ തന്നെ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യും. ഇത്രയാണ് മിഷീൻ്റെ കാര്യം. ഇതിന് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? മാറ്റിക്കലി ലിക്വിഡ് യൂസ് ചെയ്യാം. IFBയുടെ ലിക്വിഡാണ് ഞങ്ങളുടെ അടുത്തുണ്ട്. പറയാം. പിന്നെ ഇതിലോട്ടാണ് നമ്മൾ ലിക്വിഡ് കഴിക്കുന്നത്. ഇതിൽ കംഫർട്ട്, ഉജാല, സ്മെല്ല് എന്ന കാര്യങ്ങളൊക്കെ സെൻഡ്. ഇത് നമുക്ക് പ്രീ വാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. എക്സ്ട്രാ വരുന്ന ഓപ്ഷനാണ്. അത് നല്ലോണം അഴുക്കുള്ള ഡ്രസ്സാണെങ്കിൽ നമുക്ക് ആദ്യമേ ഇതിൽ കുറച്ച് ലിക്വിഡ് കിട്ടും. ഫസ്റ്റ് ആദ്യം ഇതിലായിരിക്കും വന്ന് വെള്ളം എടുക്കുന്നത്. അപ്പൊ ഈ വെള്ളത്തിൽ വന്നിട്ട് ഫസ്റ്റ് വാഷ് എടുക്കും. ആദ്യം നോർമലി വാഷിംഗ് ആണെങ്കിൽ ആദ്യം വെള്ളത്തിൽ വന്നിട്ട് ഫസ്റ്റ് വാഷ് വെള്ളം കൊണ്ടായിരിക്കും. നല്ലോണം അഴുക്കുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വെള്ളത്തിലൂടെ കുറച്ച് ലിക്വിഡ് വെച്ചെടുക്കാൻ ആദ്യം വെള്ളത്തിലൂടെ ഒരു വാഷിംഗ് കിട്ടി നമ്മൾ നോർമൽ വാഷിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വാഷിംഗ് ക്വാളിറ്റി കിട്ടുന്നതായിരിക്കും. വേണമെങ്കിൽ യൂസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, മനസ്സിലായി. ഇതിൽ ഫുൾ ഡ്രസ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒറ്റ കപ്പ് എടുക്കാം. അതിലിപ്പോ കുറവാണ്, അതായത് ആ പകുതിയേ ഉള്ളൂ. അങ്ങനെയാണ് 13 ml എടുക്കുക, 20 ml എടുക്കുക, 10 ml എടുക്കാം. ഡ്രസ്സിന് എത്ര കുറവോ അത്ര നമുക്ക് ആവശ്യത്തിന് മാത്രം മിഷൻ വലിച്ചെടുക്കത്തുള്ളൂ. ബാക്കി അതിൽ സ്റ്റോർ ചെയ്ത് കിടക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം എടുക്കുക. IFBയുടെ ആകുമ്പോൾ 40 ml യൂസ് ചെയ്ത് പുറത്ത് നിങ്ങൾ മേടിക്കുന്ന ലിക്വിഡ് ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഏകദേശം 60 ml to 70 ml ആയിരിക്കും. ഇതാകുമ്പോൾ 40 ml യൂസ് ചെയ്യും. 40 ml ഫുൾ ഡ്രസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പറഞ്ഞത്. ഫുൾ ഡ്രസ് എവിടെ ഒഴിക്കേണ്ടത്? ഇതില് ലിക്വിഡ്, ഇതിൽ കംഫർട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതില് പ്രീ വാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ.